ചെറുപ്പകാലത്തെ ചില ഓർമ്മകളാണ് ഇപ്പം എൻ്റെ മുമ്പിൽ വരുന്നത്. അതായത് ഞങ്ങൾ ഒരു ഫാമിലിയിലെ 7 മെമ്പേഴ്സാണ് മക്കളെ. അതിൽ മൂത്തത് ഞങ്ങൾ 4 പേര്. ഞങ്ങൾ 4 പേരാണ് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും നടപ്പാൻ വേണ്ടിയും വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ ഡ്യൂട്ടി പുറത്ത് കളിക്കാൻ പോകും. ഇടയ്ക്ക് തല്ലുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും. ആര് ജയിക്കുന്നത് നോട്ടമില്ല. ആ കംപ്ലൈന്റുമായിട്ട് അപ്പൻ്റെ അമ്മേൻ്റെ അടുത്ത് വരും. എല്ലാവർക്കും തല്ലും അവരുടെ പേരും. അപ്പം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള നോട്ടമില്ല. അവിടെ ഈക്വലായിട്ട് തല്ലുണ്ട്. പോയി നിങ്ങൾ കളിച്ചേച്ച് വന്നു വഴക്ക് പിടിച്ചു വന്നതിനുള്ള ശ്രമം. അത് ഇപ്പം വളരെ ഓർത്തു കഴിയുമ്പോൾ എന്തോ ഒരു സന്തോഷകരമായ കാര്യമായിരുന്നു ചെറുപ്പത്തിലിത്. ആ എന്തോ ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അന്ന് ഞങ്ങളെ 2 പേരെയും ഇരട്ടപ്പിള്ളേരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 2 കൊച്ചുകുട്ടികളാണ്. ഇപ്പം ആ ഇരട്ടപ്പിള്ളേര് വളർന്നു ഇപ്പം ഇരട്ട വലിയവരായി. 79 വയസ്സായപ്പം ആ പഴയ ഓർമ്മ, രോമാഞ്ചം കൊള്ളുന്ന സന്തോഷകരമായ ഓർമ്മ ഇപ്പോഴും കൺമുൻപിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പം മുന്നോട്ട് നടക്കുന്നത്. ഇനിയും എത്ര നാള് ഈ സന്തോഷം ഞങ്ങൾക്ക് വീണ്ടും ഇരിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. എങ്കിലും അതേക്കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബങ്ങളിലുള്ള ജീവിതം എല്ലാവരും ഒന്നിച്ച് സാറ്റർഡേയിലെ ഉടുപ്പും പാൻറ്റും ഷർട്ടും എല്ലാം തേച്ച് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി പള്ളിയിൽ പോകും. അതുപോലെ തിരിച്ചു വരും. വീട്ടിലെ ഭക്ഷണം എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നതും എല്ലാവരും ഒന്നിച്ച് തന്നെ, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തന്നെ. എന്തോ ഒരു കോപ്പറേഷൻ ആയിരുന്നു. ഞങ്ങളെല്ലാവരും മീൻ പിടിക്കാൻ പോകുന്നത് ഒന്നിച്ചു പോയി മീൻ പിടിക്കും. ആനന്ദകരമായ ജീവിതം ഇനിയും തിരിച്ചു വരാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഓർമ്മയില് മുമ്പോട്ട് ഇങ്ങനെ പോകട്ടെ. ദൈവം എല്ലാത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടുവാൻ ദൈവം സഹായിച്ചതിന് നിങ്ങളെല്ലാവരും വന്നതിനും സന്തോഷത്തിൽ പങ്കുചേർന്നതിലും ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ഒരിക്കൽ കൂടെ.